മൂസയ്ക്ക് അവിടെ പോയി കിടക്കണേ എന്റെ ഫോണ് കിണങ്ങ് അടിച്ചിട്ട് കിട്ടണില്ല. ആ പെണ്ണിന്റെ തണ്ട അവിടെ കാത്തിക്കാണ്. പെട്ടെന്ന് പോണാണ്. എന്റെ ഫോണിനെ ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അടിച്ചിട്ട് കിട്ടാത്തത്. ഈ പെണ്ണെങ്കിലും എനിക്ക് ശരിയാവുമോ? ഒരുപാട് പെണ്ണ് ഞാൻ കണ്ടതാണ്. പോയി കണ്ടാലല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വാ കാക്ക, വെങ്കട്ടേരും പുതിയാപ്പിളിനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമല്ല, കാണുന്നില്ലല്ലോ ഇപ്പൊ ഇത്. ആ പെങ്കട്ടേരും പുതിയാപ്പിളും നൗഫല ജോളോട് വേറെ റെഡി ആയിക്കാൻ പറയടാ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. കേറിയിരിക്കങ്ങള് ഇജെന്താ നിക്കണ? ഇവിടെ ഇരിക്കേ. നിങ്ങളെന്താ നിക്കണേ? ഇരിക്കേ ഇവിടെ. അല്ല ഞാൻ ഇരിക്കണില്ല. ഇരിക്കേ. അല്ല ഞാൻ ഇരിക്കണില്ല ചേട്ടാ. അതെന്തേ? അതിന്റെ വലിയ ബുദ്ധിമുട്ട് എന്തേണ്ട? ഒന്നുമില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇരിക്കേ, ഞാൻ അവളോട് വെള്ളമായിട്ട് വരാൻ വേണ്ടി പറയട്ടാ. ഇജെന്താ ഇങ്ങനെ നിക്കണ? ഇവിടെ ഇരിക്കേ. ഇവിടെ എന്റെ മുട പൊട്ടിയിരിക്കുന്നു. ഇജെന്താ കോഴിമുട കുണ്ടിയിലോട്ട് വെച്ചാൽ നടന്നു? എല്ലാ ചെറിയൊരു മുടണ്ട് പുല്ലിലോട്ട്, അത് കുട്ടിയതാ. എന്തൊക്കെ ചോര വെള്ളൊക്കെ റെഡി ആയിക്കണേ. എനിക്ക് എണീക്കാൻ പറ്റില്ല കാക്ക. നീ എണീക്കാൻ പറഞ്ഞു എണീക്കണില്ല, ഇരിക്കാൻ പറഞ്ഞു ഇരിക്കണില്ല. എന്റെ പുതിയാപ്പിള ഞാനാ. ഞാൻ എണീക്കൂല. എന്റെ കൈമ ചോര. ഇങ്ങനെ മൂലത്തിന്റെ അസുഖം ഉണ്ടല്ല, ആദ്യം അത് കാണിച്ചിട്ട് വരും. പുതിയാപ്പിളക്ക് മൂലത്തിന്റെ അസുഖം ഉണ്ടല്ലേ. ഞാനും അതിപ്പോഴാ അറിയണുള്ളൂ. ആദ്യം പുതിയാപ്പിളിന്റെ മൂലക്കുരു ചികിത്സിച്ചിട്ട് വരും, എന്നിട്ട് എന്റെ പെണ്ണ് ഞാൻ കൊടുക്കുള്ളൂ. പണ്ട് എനിക്കും ഉണ്ടായിരുന്നു മൂലക്കുരു. ഞാൻ ഇതുപോലെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിട്ടാ മാറിയത്. ഇതിനിപ്പോ പറ്റിയ നല്ല ഡോക്ടർമാർ ഇപ്പൊ അവിടെ ഉള്ളത്. കൊടിഞ്ഞി സെൻട്രൽ ബസാറിലെ ഒരു ഹോമിയോ ക്ലിനിക്ക് വന്നതാണ്. അവിടെ ഡോക്ടർ ഗൗതം ശങ്കർ ഉണ്ട്. അതിനെ കണ്ടിട്ട് എന്റെ രോഗം മാറിയത്. എന്നായിക്കോട്ടെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തായിരുന്നു അസുഖം? എനിക്ക് മൂലക്കുരുന്ന സൗക്കടാന്ന് 2 മാസമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ കുരു പൊട്ടിയിട്ട് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണാണാൻ പോയിടത്തൊന്നും ഇരുന്നപ്പോ പെട്ടെന്ന് കുരു പൊട്ടി ചോര വന്ന്. അപ്പൊ അവിടുന്ന് ആ വീട്ടുകാർ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഡോക്ടറെ പോയി കാണിച്ചാൽ എല്ലാം ശരിയാവുന്നു. ഈ പ്രശ്നം പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇത് ഇപ്പൊ എല്ലാവർക്കും സ്ഥിരമായിട്ട് പുറത്തു വരാൻ പറ്റാത്തൊരു രോഗാവസ്ഥയാണ്. ഇതിന് ഹോമിയോപ്പതിയിൽ പാർശ്വഫലങ്ങൾ ഇല്ലാതെ നമുക്ക് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ചിലർക്ക് ചോര വരുന്ന ഹെമറോയിഡ്സ് പോലത്തെ സാധനങ്ങളുണ്ട്, ചിലർക്ക് ചോര വരില്ല, ചിലർക്ക് ഇത് പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും, ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ഉള്ളിൽ തന്നെ അതായത് മോഷനൊക്കെ പോകുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിക്ക് പല തരത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുക. ഇത് നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടെ മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ഫുഡിന്റെ കുറച്ച് പഥ്യങ്ങളും കൂടെ നോക്കണം, എന്നാലത് മാറുള്ളൂ. ഇപ്പൊ ഇറച്ചി മീനൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൊരിച്ച കടികളും ഒരുപാട് ചിക്കനൊക്കെ കഴിക്കുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് വരിക. അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവ് കുറയും. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് ചുരുങ്ങിപ്പോകും. അപ്പം രാവിലെയും വൈകുന്നേരം 2 നേരം നിങ്ങൾക്ക് ഉപ്പുവെള്ളത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെമറോയിഡ്സ് പോലത്തെ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റാം. എന്നാ ശരി, പോട്ടെട്ടാ.